അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫറദി അസ്വമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അഹ്മദുഹു ഹംദൻ ബിലാ അഹദ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന 12ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 26 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ കഴിഞ്ഞ ആയത്തിൽ മഹാനായ നൂഹ് നബിയുടെ ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ആ പ്രാർത്ഥനയെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശവുമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാല റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ, അല്ലാഹുവേ എന്നെ കളവാക്കുന്ന ഈ ആളുകളിൽ നിന്ന് നീ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ആ ആളുകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന മഹിതമായ പ്രാർത്ഥന മഹാനായ നൂഹ് നബി നിർവഹിച്ചു. 950 വർഷക്കാലമാണ് അദ്ദേഹം ദഅവത്ത് നടത്തിയത്. ആ നീണ്ട കാലയളവിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനോ അദ്ദേഹത്തെ പരിഗണിക്കാനോ ആ ജനങ്ങൾ തയ്യാറായിട്ടില്ല. അവർ പല രീതിയിൽ അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഇൻഹുവ ഇല്ല റജുലുൻ ബിഹി ജിന്നത്തുൻ ഫതറബ്ബസു, നൂഹ് നബി ഒരു ഭ്രാന്തനാണ്, മജ്നൂനാണ്, അല്ലെങ്കിൽ ജിന്ന് ബാധയേറ്റയാളാണ്. അങ്ങനെയുള്ള ആക്ഷേപങ്ങളെല്ലാം ആ സമൂഹം ആ പ്രവാചകനെതിരെ പറയുകയുണ്ടായി. ഒടുവിൽ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണേ, നീ എന്നെ ഈ അക്രമികളായ ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ്, അല്ലെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ആ സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണ് ശിക്ഷിക്കാൻ പോകുന്നത് അതാണ് 27-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. നമ്മൾ 27-ാം ആയത്തിൻ്റെ തുടക്കത്തിലെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഫഔഹൈന ഇലൈഹി അനിസ്നഇൽ ഫുൽക് ബിഅയുനിന വവഹീന ഫഇദാ ജാഅ അംറുന വഫാറത്ത അന്നൂർ ഫസ്ലുക് ഫീഹാ മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ മിൻഹും വലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ഇതാണ് ആയത്ത്. ഒരൽപ്പം സുദീർഘമായ ആയത്താണ്. അതിൽ നമ്മൾ പറഞ്ഞത് ഫഔഹൈന ഇലൈഹി അനിസ്നഇൽ ഫുൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അപ്പോൾ നാം അദ്ദേഹത്തിന് വഹീ നൽകി, ദിവ്യ സന്ദേശം നൽകി. എന്താണ് നൽകിയത്? അനിസ്നഇൽ ഫുൽഖ്, നമ്മുടെ മേൽനോട്ടത്തിൽ എന്തുണ്ടാക്കണം? കപ്പലുണ്ടാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകി. ഫഔഹൈന, നാം അദ്ദേഹത്തിന് വഹീ നൽകി. എന്താണ് വഹീ? അനിസ്നഇൽ ഫുൽഖ്, കപ്പൽ നിർമ്മാണത്തിനാണ്. എങ്ങനെ? ഐ ബിരിആയതിന വകലാഅതിന വഇർഷാദിന വതഅലീമിന. ഇമാം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചത്. നമ്മുടെ മേൽനോട്ടത്തിലും സംരക്ഷണത്തിലും വഴി നടത്തിപ്പിലും പഠനത്തിലുമാണ് കപ്പൽ നിർമ്മിക്കേണ്ടത്. അള്ളാഹു നിർദ്ദേശിച്ചത് പ്രകാരം, അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിലാണ് കപ്പലുണ്ടാക്കേണ്ടത്. അങ്ങനെ നാം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വഹീ നൽകി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞു. അവിടെ ബി അയുനിന വ വഹീന, ബി അയുനിന വ വഹീന, അല്ലേ?
ശരിക്കും ഐന് എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ മേൽനോട്ടത്തിൽ അതേപോലെ തന്നെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന ഗ്രന്ഥത്തിൽ ഇവിടെ അദ്ദേഹം ഒരു കാര്യം സമർത്ഥിക്കുന്നുണ്ട്, ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബിഅയുനിന എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ യാതൊരു വിധത്തിലുള്ള തഅത്തിൽ നിഷേധമോ അതേപോലെ തന്നെ ദുർവ്യാഖ്യാനമോ കൂടാതെ സ്ഥിരപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് പറയാൻ വേണ്ടി, അത് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ആയത്തിന് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ ബിഅയുനിന നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്നാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട്, അള്ളാഹുവിൻ്റെ കണ്ണുകൾ കൊണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ കണ്ണ് എന്നതിന് എന്താണ് അർത്ഥം? അപ്പോൾ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ നമ്മുടെ നിലപാട് എന്താണ്? എന്താണോ ഖുർആനിലും ഹദീസിലും വന്നത് അത് അതേപോലെ വിശദീകരിക്കുക, അതേപോലെ പറയാം. നമ്മളതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല, നമ്മളതിനെ വിശദീകരിക്കാൻ പാടില്ല. വിശദീകരിച്ചു തന്നതിനെ അതേപോലെ മനസ്സിലാക്കുക. ഇവിടെ ബിഅയുനിന എന്ന് പറഞ്ഞാൽ മേൽനോട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്നത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ രീതിയിൽ അവൻ്റെ സംരക്ഷണത്തെയും മേൽനോട്ടത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയമാണ്. ബിഅയുനിന അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലാണ്, അതേപോലെ തന്നെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് നൂഹ് നബിയോട് അള്ളാഹു കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. കപ്പൽ നിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു ഇത് കൽപ്പിക്കുമ്പോൾ അദ്ദേഹം ആദ്യം മരം വെച്ച് പിടിപ്പിക്കുന്നു. 20 വർഷത്തോളം എടുത്തു ആ മരങ്ങൾ വലുതാകാൻ. കപ്പൽ നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിൽ ആ മരങ്ങളുടെ പൂർത്തീകരണത്തിന് തഫ്സീറുകളിലൊക്കെ കാണാൻ സാധിക്കുന്ന 20 വർഷത്തോളം എടുത്തു എന്നാണ്. പിന്നീട് അതിനെ പലകകളാക്കി ആണികളുമായി ചേർത്ത് അദ്ദേഹം അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ അള്ളാഹു നിർദ്ദേശിച്ചത് പ്രകാരം അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ചെയ്തു. കപ്പലിന് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. 3 തട്ടുകളുണ്ടായിരുന്നു. ആ തട്ടുകളിൽ ആരൊക്കെയാണ് അദ്ദേഹം കയറ്റിയത്? നടുവിലെ തട്ടിലായിരുന്നു മനുഷ്യരുണ്ടായിരുന്നത്, വിശ്വാസികളുണ്ടായിരുന്നത്. താഴെയായിരുന്നു വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ഇഴജന്തുക്കൾ, അങ്ങനെയുള്ളതൊക്കെ താഴെയായിരുന്നു. മുകളിൽ പറവകളുണ്ടായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇതൊക്കെ തഫ്സീറിൻ്റെ അഭിപ്രായങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ അതേപോലെയുള്ള അതേ രീതിയിലുള്ള അധ്യാപനങ്ങൾ കാണുക സാധ്യമല്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. ഫഔഹൈനാ ഇലൈഹി അനിസ്നഇൽ ഫുൽഖ് ബിഅയുനിനാ വവഹീന, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫഔഹൈനാ ഇലൈഹി അനിസ്നഇൽ ഫുൽഖ് ബിഅയുനിനാ വവഹീന. അല്ലാഹു അദ്ദേഹത്തിന് വഹീ നൽകി കപ്പൽ നിർമ്മിക്കാൻ. എങ്ങനെയാണ് കപ്പൽ നിർമ്മിക്കേണ്ടത്? നമ്മുടെ മേൽനോട്ടത്തിലാണ്, നമ്മുടെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സഹായത്തോടുകൂടെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇനി അതിന് തൊട്ടുപിറകെ അള്ളാഹു പറയുന്നത് ഫഇദാ ജാഅ അംറുന, നമ്മുടെ കൽപ്പന വന്നാൽ, നമ്മുടെ വിധി വന്നാൽ. ഫഇദാ ജാഅ അംറുന, ജാഅ വന്നു എന്നാണ്, അംറുന നമ്മുടെ കൽപ്പന വന്നാൽ. ഇവിടെ അംറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികളായ ആ ജനതയുടെ മേൽ പ്രഖ്യാപിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ അന്തിമ ശിക്ഷയും അവിടുത്തെ നിർണയിക്കപ്പെട്ട വിധിയുമാണ്, ഖദാഉമാണ്. ഈ ആയത്തിൽ പറയുന്ന, ഈ ഭാഗത്ത് പറയുന്ന ഫഇദാ ജാഅ അംറുന, അംറ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ അംറ് എന്താണ്? അത് ശിക്ഷയാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്. ആ സത്യനിഷേധികളായ ആളുകൾ, അവരുടെ മേൽ അള്ളാഹു ഉദ്ദേശിച്ച ശിക്ഷ. മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ ജാഅ മാ വഅദ്നാഹും ബിഹി മിനൽ ഇഹ്ലാകി വറദ. അങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അവിശ്വാസികളെ നശിപ്പിക്കുമെന്നും അവരെ തകർക്കുമെന്നും നമ്മൾ വാഗ്ദാനം ചെയ്ത ആ സമയം വന്നെത്തിയാൽ, ആ അംറ് വന്നെത്തിയാൽ, ആ സമയം എന്ന് പറഞ്ഞാൽ എന്താ? ആ ശിക്ഷയുടെ സമയം വന്നെത്തിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയും വിധിയും അനിവാര്യമായി വന്നെത്തുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ, അള്ളാഹു ചിലപ്പോൾ ദുനിയാവിൽ എന്ത് ചെയ്യും? ചില ആളുകളെ പിടികൂടും, ശിക്ഷിക്കും. ചരിത്രം അതിന് സാക്ഷിയാണ്. അല്ലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഏൽപ്പിച്ചു പോയ വിശുദ്ധ ഖുർആനിൽ ഹദീത്തിൽ ഒട്ടനവധി സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചത് വിശദീകരിക്കുന്നുണ്ട്. പടച്ചോനൊരു സമൂഹത്തെ നശിപ്പിക്കാൻ വിചാരിച്ചാൽ അള്ളാഹു നശിപ്പിക്കും.
അതിന് കാരണങ്ങളുണ്ട്, പശ്ചാത്തലങ്ങളുണ്ടാകും. ഇപ്പം നൂഹ് നബിയുടെ സമുദായത്തെ എന്തിനാണ് നശിപ്പിക്കണത്? ഒരു പ്രവാചകൻ അവരിലേക്ക് വന്നു, നിരന്തരം അവരോട് തൗഹീദ് പറഞ്ഞുകൊണ്ടിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല? അവരത് കേൾക്കാനോ അംഗീകരിക്കാനോ തയ്യാറാകുന്നില്ല. അവരാ പ്രവാചകനെ പരിഹസിക്കുന്നു, വേദനിപ്പിക്കുന്നു. ആ രീതിയിൽ പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹുവിനോട് ദുആ ചെയ്തു ആ പ്രവാചകൻ. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ആ സമൂഹത്തെ പിടികൂടുകയാണ്. മഹാനായ ഇമാം ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നൂഹ് നബിയോടും അവിടുത്തെ ജനതയോടും അള്ളാഹു നിശ്ചയിച്ച ആ ശിക്ഷ അല്ലെങ്കിൽ പ്രളയം, അവിടുത്തെ അന്തിമ തീരുമാനവും വെളിവാകുന്ന ഘട്ടത്തെയാണ് ഫൈദാ ജാഅ അംറുന എന്ന ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഇമാം ത്വബരി പറയുന്നത്. ഇമാം സഅദി പറഞ്ഞത്, അള്ളാഹു നൽകിയ അവധിയും സാവകാശവും അവസാനിക്കുകയും അവനിൽ നിന്നുള്ള ശിക്ഷ പൂർണ്ണമായി നടപ്പിലാകാൻ പോകുന്ന ആ നിർണായക നിമിഷവുമാണ് അംറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇമാം നാസറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ റബ്ബിൻ്റെ ശിക്ഷ വരികയാണ്, ഫഇദാ ജാഅ അംറുന. ഇപ്പം നോക്കൂ നിങ്ങൾ, എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്? ഫഔഹൈനാ ഇലൈഹി അനിസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ ഫഇദാ ജാഅ അംറുന. നൂഹിന് നാം വഹീ നൽകി, കപ്പലുണ്ടാക്കാൻ വഹീ നൽകി. ആ കപ്പൽ നിർമ്മാണം എങ്ങനെയാണ്? ബിഅയുനിനാ വവഹീനാ, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ മേൽനോട്ടത്തിലാണ്. എന്നിട്ട് ഫഇദാ ജാഅ അംറുന, നമ്മുടെ അംറ് വന്നാൽ, അംറ് എന്താ? ആ ശിക്ഷയാണ്. അള്ളാഹു ആ സമൂഹത്തിൻ്റെ മേൽ നിശ്ചയിച്ച ശിക്ഷ വന്നെത്തുകയും ചെയ്താൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫഇദാ ജാഅ അംറുന എന്ന പദത്തെ വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് ഖദറിലുള്ള വിശ്വാസം, അല്ലേ? ഖൈറും ഷർറും ഒക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കണം. അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു സാവകാശം നൽകുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ അറിവും ഹിക്മത്തും അനുസരിച്ചാണ്, അള്ളാഹുവിൻ്റെ യുക്തി അനുസരിച്ചാണ്. ചിലപ്പോൾ അള്ളാഹു ചില സമൂഹങ്ങൾ എങ്ങനെ നീട്ടിക്കൊടുക്കും, അവരുടെ അവധി നീട്ടിക്കൊടുക്കും. അത് അള്ളാഹിൻ്റെ ഹിക്മത്താണ്, പടച്ചോൻ്റെ ഹിക്മത്താണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അംറ്, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയാൽ പിന്നെ ഒരു നിമിഷം പോലും എന്ത് ചെയ്യില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറൂല, പിന്നെ മാറൂല. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയാൽ ആ സമൂഹത്തെ എന്ത് ചെയ്യും? അള്ളാഹു പിടികൂടും. അള്ളാഹു സാവകാശം കൊടുക്കും. ചില ആളുകൾക്ക് അള്ളാഹു സാവകാശം കൊടുത്തിട്ടുണ്ട്. സത്യനിഷേധികളും ശിർക്ക് ചെയ്യുന്നവരും തങ്ങൾക്ക് പെട്ടെന്ന് ശിക്ഷ വരാത്തത് കണ്ട് ധിക്കാരം വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ വിധി അമൃത് പറഞ്ഞത് പ്രതീക്ഷിക്കാത്ത നേരത്ത് വരും, അല്ലെ? അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുറങ്ങുമ്പോൾ വളരെ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. ശിക്ഷകൾ പിടികൂടിയ സമയവും ആ ആളുകളുടെ അപ്പത്തെ അവസ്ഥയൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അംറ് അത് പടച്ചോൻ്റെ അടുക്കലുള്ള കാര്യമാണ്. ചിലപ്പോൾ പടച്ചോൻ എന്ത് ചെയ്യും? അവർക്ക് അവധി കൊടുക്കും. ചിലപ്പോഴോ അള്ളാഹു പെട്ടെന്ന് അവരെ പിടികൂടും. അതേപോലെ തന്നെ സുന്നത്തിൻ്റെ ആളുകൾക്ക് രക്ഷയുടെ വാഗ്ദാനമുണ്ട്. സുന്നത്തിൻ്റെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അഥവാ അള്ളാഹുവിൻ്റെ അംറ് ഇറങ്ങുമ്പോൾ തൗഹീദുള്ളവരും പ്രവാചകൻ്റെ കൽപ്പന പാലിച്ചവരുമായ ആളുകൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൽപ്പന അംഗീകരിച്ച ആളുകൾ, അവർ കപ്പലിൽ കയറിയവരും പ്രവാചകൻ്റെ സുന്നത്തിനെ പിന്തുടർന്ന ആൾക്കാരാണ്, പ്രവാചകൻ പഠിപ്പിച്ചതിനെ പിന്തുടർന്ന ആൾക്കാരാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സുന്നത്തിൻ്റെ ആളുകൾക്ക് എന്തുണ്ട്? അവർക്ക് അള്ളാഹു രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ ചില വിശ്വാസികളായ ആളുകൾ, മുഅ്മിനുകളായ ആളുകൾ എന്ത് ചെയ്യും? അതിൽപ്പെടും. അവർക്ക് ഷഹീദിൻ്റെ ദറജയുണ്ട്. അതും അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്, നമുക്കറിയില്ല. അള്ളാഹു എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഫഇദാ ജാഅ അംറുന, നമ്മുടെ കൽപ്പന വന്നാൽ, അംറ് വന്നാൽ, അംറ് എന്താണ്? നമ്മുടെ ശിക്ഷ വന്നാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. വഫാറത്തന്നൂർ, വഫാറത്തന്നൂർ ശിക്ഷയുടെ അടയാളമായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്. വഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് പോലും എന്ത് ചെയ്യുക? വെള്ളം വരിക, അടുപ്പിൽ നിന്ന് വെള്ളം വരിക. സാധാരണ ഫഇദാ ജാഅ അംറുന വഫാറത്തന്നൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൽപ്പന വന്നാൽ, ശിക്ഷ വന്നാൽ, ആ ശിക്ഷയുടെ അടയാളമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഫാറത്തന്നൂർ, അടുപ്പുകളിൽ നിന്ന് എന്ത് ചെയ്യാം? വെള്ളം. തെന്നൂർ എന്ന് പറഞ്ഞാൽ സാധാരണ തീ കത്തിക്കുന്ന അടുപ്പാണ് തെന്നൂർ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പോൾ തീയും വെള്ളവും പരസ്പര വിരുദ്ധമാണ് ശരിക്കും, അല്ലേ? നമുക്കറിയാതെ തീയും വെള്ളവും പരസ്പര വിരുദ്ധമാണ്. എന്തിനാ വെള്ളം ഉപയോഗിക്കുന്നത്? തീനെ കെടുത്താനാണ്, ആളി കത്തിക്കാനല്ല, തീനെ കെടുത്താനാണ്. അടുപ്പിൽ സാധാരണ ഉണ്ടാകുക എന്താ? തീയും വെണ്ണീരൊക്കെയാണ്. എന്നാൽ ആ അടുപ്പിൽ നിന്ന് പോലും വെള്ളം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം എത്രയാണ്? മനുഷ്യന്മാർ ഭക്ഷണം പാകം ചെയ്യാൻ അവർ തീ കത്തിക്കേണ്ട അടുപ്പിൽ നിന്ന് വെള്ളം ഉറവയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയുടെ കാഠിന്യം എത്രയാണ്?
അപ്പോൾ ആ ശിക്ഷയുടെ അടയാളമാണ്, ആ ശിക്ഷ വരുന്നതിൻ്റെ അടയാളമാണ്. അവരുടെ അടുപ്പുകളിൽ നിന്ന് പോലും എന്ത് ചെയ്യുന്നു? വെള്ളം വരിക. മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കാണാം, ഖതാദ റഹിമഹുല്ല പറയാണ്, അടുപ്പിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്നത് കണ്ടപ്പോൾ അത് ശിക്ഷയുടെ വ്യക്തമായ സൂചനയാണെന്ന് നൂഹ് നബിക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. വഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്നാൽ. അപ്പോൾ അള്ളാഹു വഹി നൽകി കപ്പലുണ്ടാക്കാൻ. എങ്ങനെ? അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിൽ, അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തിയാൽ ആ ശിക്ഷയുടെ അടയാളമാണെന്ത്? അടുപ്പിൽ നിന്ന് പോലും വെള്ളം പുറത്തു വരുന്ന അവസ്ഥ ഉണ്ടായി. അത് വന്നപ്പോൾ നൂഹ് നബിക്ക് മനസ്സിലായി ഇത് ശിക്ഷയുടെ തുടക്കമാണ്, അതിൻ്റെ സൂചനയാണ്, വ്യക്തമായ സൂചനയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താ? ഫസ്ലുക് ഫീഹ, നീ അതിൽ പ്രവേശിപ്പിക്കുക. ഏതിൽ? അദ്ദേഹം നിർമ്മിച്ച കപ്പലിൽ പ്രവേശിപ്പിക്കുക. ഫസ്ലുക് ഫീഹ, നീ അതിൽ പ്രവേശിപ്പിക്കുക. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനുള്ളിലേക്ക് കടത്തിവിടുക എന്നതാണ് സലക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുക, അതായത് ജീവജാലങ്ങളെയും വിശ്വാസികളെയും സുരക്ഷിതമായി ആ കപ്പലിനുള്ളിലേക്ക് കയറ്റുക. അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അപ്പോൾ അള്ളാഹു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ആ കപ്പലുണ്ടാക്കേണ്ടത് അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലാണ്. ആ കപ്പലുണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന ശിക്ഷ വന്നെത്തിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അതിൻ്റെ അടയാളമായ വഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് പോലും വെള്ളം ഉറവയെടുക്കുന്ന അവസ്ഥ വരും. അത് കണ്ട ശിക്ഷ തുടങ്ങിയത് മനസ്സിലാക്കണം. ആ ശിക്ഷയുടെ തുടക്കമാണെന്ന് മനസ്സിലാക്കണം. നൂഹ് നബി അത് മനസ്സിലാക്കി അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താ? ഫസ്ലുക് ഫീഹ, അപ്പം എന്ത് ചെയ്യണം? അതിൽ പ്രവേശിപ്പിക്കണം. ഏതിൽ? അദ്ദേഹം ഉണ്ടാക്കിയ കപ്പലിൽ. അതിലേക്ക് എന്ത് ചെയ്യണം? മനുഷ്യരെയും വിശ്വാസികളെയും അദ്ദേഹത്തോട് നിർദ്ദേശിക്കപ്പെട്ടവരെയും ഒക്കെ എന്ത് ചെയ്യണം? ആ കപ്പലിനുള്ളിലേക്ക് കയറ്റിയിരുത്തണം. ഫസ്ലുക് ഫീഹ. അതിലൊന്നുകൂടി വിശദീകരിച്ചു. മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ, ഓരോ വിഭാഗത്തിൽ നിന്നും ഈ 2 ഇണകളെ. പ്രളയം ഉണ്ടാകാൻ പോവുകയാണ്, അള്ളാഹു ആ സമൂഹത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടുന്ന് അള്ളാഹു ചില ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആരാണത്? ഒന്ന് വിശ്വസിച്ച ആൾക്കാരാണ്, നൂഹ് നബിയിൽ വിശ്വസിച്ച ആൾക്കാരാണ്. 2 ആരാണ്? ആരെയാണോ രക്ഷപ്പെടുത്താൻ അള്ളാഹു തീരുമാനിച്ചത് അതാണ് അള്ളാഹു പറയുന്നത്. മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ, ഓരോ വിഭാഗത്തിൽ നിന്നും ഈ 2 ഇണകളെ വീതം. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുന്നത് ഭൂമിയിലെ സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങിയ ജീവജാലങ്ങളുടെ വംശനാശം സംഭവിക്കാതിരിക്കാനും അവയുടെ വർഗം നിലനിൽക്കാനുമാണ് അള്ളാഹു ഈ നിർദ്ദേശം നൽകിയത്. ഈ നിർദ്ദേശത്തിന് മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ ഫസ്ലുക് ഫീഹ മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ, ഓരോ വിഭാഗത്തിൽ നിന്നും ഈ 2 ഇണകൾ എന്ത് ചെയ്യണം? അതിലേക്ക് പ്രവേശിപ്പിക്കണം, കപ്പലിലേക്ക് കയറ്റണം. അതെന്തിനാ? ആ ജീവജാലങ്ങളുടെ, ആ ജീവികളുടെ വംശപരമ്പര നിലനിൽക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് എന്നാണ് ആര് പറയുന്നത്? ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം, മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ കപ്പലിലേക്ക് ആരെയൊക്കെ കയറ്റിയിട്ടുണ്ട്, ആ കപ്പലിൽ ആരൊക്കെയുണ്ട്? വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കരയിൽ ജീവിക്കുന്നതും മനുഷ്യർക്ക് ആവശ്യമുള്ളതുമായ ജീവികളെയാണ് കപ്പലിലേക്ക് കയറ്റിയത് എന്നാണ് ഒരഭിപ്രായം. ആടുകൾ, മാടുകൾ, ഒട്ടകം, കുതിര തുടങ്ങിയ വളർത്തുമൃഗങ്ങളും മനുഷ്യർക്ക് നിലനിൽപ്പിന് അത്യന്താപേക്ഷികമായ കരജീവികളും കപ്പലിൽ ഉണ്ടായിരുന്നു. ഇതാണ് പ്രമുഖമായ അഭിപ്രായം. ആ കപ്പലിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതിന് ഇതാണ് അഭിപ്രായം. ഫസ്ലുക് ഫീഹ മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആടുകളുണ്ട്, മാടുകളുണ്ട്, ഒട്ടകമുണ്ട്, കുതിരണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്. അതേപോലെ മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ ജീവികൾ അവരെയും എന്ത് ചെയ്തിട്ടുണ്ട്? കപ്പലിൽ കയറ്റിയിട്ടുണ്ട്. ഇതാണൊരഭിപ്രായം. മറ്റൊന്ന്, കടൽ ജീവികളെ എന്ത് ചെയ്തിട്ടില്ല? മത്സ്യം പോലെ, തിമിംഗലം പോലെയുള്ള കടൽ ജീവികളെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ? പ്രളയം ഉണ്ടായാലും അവർക്കതിനെ അതിജയിക്കാൻ കഴിയും. ആ വെള്ളത്തിലാണ് അവർ വസിക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് മത്സ്യങ്ങൾ, തിമിംഗലങ്ങൾ തുടങ്ങിയ ജലജീവികളെ കപ്പലിൽ കയറ്റാൻ കൽപ്പിച്ചിരുന്നില്ല. കാരണം പ്രളയം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയായിരുന്നില്ല എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ സസ്യങ്ങളും വിത്തുകളും, ഭൂമിയിൽ കൃഷിയും സസ്യങ്ങളും വീണ്ടും മുളച്ചു പൊന്താൻ ആവശ്യമായ വിത്തുകളും ചെടികളും
ഇണകളും കപ്പലിൽ സൂക്ഷിച്ചിരുന്നു എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഭൂമിയിൽ ആവശ്യമുള്ള സസ്യങ്ങൾ, വിത്തുകൾ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇതിലേതൊക്കെ മൃഗങ്ങളെ കയറ്റി, ഏതൊക്കെ കയറ്റി, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം ഖുർആനിൽ പറഞ്ഞ എന്താ, മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ, ഓരോ വിഭാഗത്തിൽ നിന്നും ഇണകളെ കയറ്റി എന്നാണ്, കയറ്റാൻ വേണ്ടി കൽപ്പിച്ചു എന്നാണ്. എന്നാൽ അതിൽ പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുള്ള കാരണം പദപ്രയോഗത്തിലെ കുല്ല്, എല്ലാം എന്ന ആ ഒരു പദം കൊണ്ടാണ്. അപ്പം ചില ആൾക്കാർ പറയുന്നത് എല്ലാ മൃഗങ്ങളെയും, ലോകത്തുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നുമുള്ള ഈ 2 ഇണകളെ, ഓരോ ജോഡികൾ അതിൽ കയറ്റിയെന്നാണ്. അവരുടെ തെളിവെന്താ? അവർ പറയുന്നത് കുല്ലി എന്ന് പ്രയോഗിച്ചാൽ എല്ലാം, സർവ്വവ്യാപകമായ ജനറലായിട്ട് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളെയും എന്ത് ചെയ്തു? അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിലേക്ക് കയറ്റിയിട്ടുണ്ട് എന്നാണ് ഒരു പക്ഷം ആളുകളുടെ അഭിപ്രായം. വേറെ ചില ആൾക്കാർ പറയുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൂഹ് നബി താമസിക്കുന്ന ആ ഇടത്ത് അദ്ദേഹത്തിന് സാധ്യമാകുന്ന, അദ്ദേഹം കാണുന്ന മൃഗങ്ങളെയാണ് അവിടെ എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പ്രത്യേകമല്ല, ഒരു ആമായി പൊതുവായിക്കൊണ്ട് എന്ന അർത്ഥത്തിലല്ല എന്നതാണ് മറ്റു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. തഫ്സീറുകൾ വായിക്കാം. ഇപ്പോൾ തൊബരിയെ പോലെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്നത് ഭൂമിയിലെ മുഴുവൻ പ്രാണികൾ, പാമ്പുകൾ, വന്യജീവികൾ, പക്ഷികൾ തുടങ്ങിയ സകല ജീവജാലങ്ങളെയും എന്ത് ചെയ്തു? അതിൽ കയറ്റി എന്നാണ്. അവിടെ കുല്ലി എന്ന പദത്തിൻ്റെ ബാഹ്യാർത്ഥം ലാഹിറുൽ ലഫ്ളാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, അതിന് തെളിവായിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ പ്രമുഖ മുഫസ്സിറുകളെല്ലാം വ്യക്തമാക്കുന്നത് ഭൂമിയിലെ മുഴുവൻ ജീവിവർഗങ്ങളെയും കയറ്റിയിട്ടില്ല എന്നാണ്. കയറ്റിയിട്ടില്ല. കാരണം എന്താ? അവർ പറയുന്നത് ഖുർആനിൽ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളും എന്ന പ്രയോഗിച്ചിടത്തെല്ലാം പ്രപഞ്ചത്തിലെ സകലതും ഉദ്ദേശിക്കുന്നില്ല, എല്ലാം ഉദ്ദേശിക്കുന്നില്ല. അതിനവർ ഉദാഹരണമായി പറയുന്നത് സബയിലെ രാജ്ഞിയെക്കുറിച്ച് വഊതീത് മിൻ കുല്ലി ഷൈഇൻ, അവർക്ക് എല്ലാ വസ്തുക്കളിൽ നിന്നും നാം നൽകപ്പെട്ടിരിക്കുന്നു എന്നെന്ത് ചെയ്തിട്ടുണ്ട്? സൂറത്തു നംലിൽ അള്ളാഹു പറയുന്നുണ്ട്. അവിടെ കുല്ലി ഷൈഇൻ എന്ന പ്രയോഗം, എല്ലാം നൽകി. അതിനർത്ഥം ലോകത്തുള്ള സകലതും അവർക്കുണ്ടായിരുന്നു എന്നല്ല, അതിനർത്ഥം അതല്ല, മറിച്ച് ഒരു ഭരണാധികാരിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അതേപോലെ നൂഹ് നബിക്ക് ആവശ്യമുള്ള, നൂഹ് നബിക്ക് സാധ്യമായ, അദ്ദേഹം വസിക്കുന്ന ഇടത്ത് ആവശ്യമുള്ള എന്തൊക്കെയാണോ കയറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അള്ളാഹു നിർദ്ദേശിച്ചത്, അതുമാത്രമാണ് കപ്പലിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് മഹാഭൂരിപക്ഷം മുഫസ്സിറുകളും പറയുന്നത്. ഇവിടെ നമ്മൾ വേറെ രീതിയിൽ മനസ്സിലാക്കേണ്ടത്, ഇനി എല്ലാ മൃഗങ്ങളെയും കയറ്റി എന്ന് വിചാരിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, അള്ളാഹ്ക്ക് കഴിയുന്ന കാര്യമാണ്, അത് അള്ളാഹുവിന് കഴിയുന്ന കാര്യമാണ്. വന്യമൃഗങ്ങളാകട്ടെ, മനുഷ്യരൂപ ഒക്കെ ആയിക്കോട്ടെ, പടച്ചോനൊരു തീരുമാനം ഉണ്ടെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ ഇത്തരം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നമ്മുടെ കൽപ്പന പ്രകാരം, അല്ലെങ്കിൽ നാം നൂഹ് നബിക്ക് വഹി നൽകി കപ്പലുണ്ടാക്കാൻ. ആ കപ്പലുണ്ടാക്കിയത് നമ്മുടെ മേൽനോട്ടത്തിലാണ്, നമ്മുടെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്, ജിബ്രീലിൻ്റെ സഹായത്തോടെയാണ്. എന്നിട്ടോ ആ കപ്പൽ നിർമ്മാണം ആരംഭിക്കുകയും ആ കപ്പൽ നിർമ്മാണം ആരംഭിച്ച മഹാനായ ആ പ്രവാചകനോട് ഫൗഹൈന ഇലൈഹി അനിസ്നഇൽ ഫുൽഖ ബിഅയുനിനാ വവഹീന ഫഇദാ ജാഅ അംറുന, അങ്ങനെ ശിക്ഷയുടെ അടയാളങ്ങൾ കണ്ടാൽ, അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്ന് വരികയാണെങ്കിൽ വഫാറത്തന്നൂർ ഫസ്ലുക് ഫീഹ, നീ അതിലേക്ക് എന്ത് ചെയ്യുക? പ്രവേശിപ്പിക്കുക. മിൻ കുല്ലി സൗജൈൻ ഇത്നൈൻ, എല്ലാ ജീവികളിൽ നിന്നും ഈ 2 ഇണകളെ വീതം അതിലേക്ക് നീ എന്ത് ചെയ്യണം? പ്രവേശിപ്പിക്കണം എന്നാണ് ആര് പറയുന്നത്? അള്ളാഹു പറയുന്നത്. എന്നിട്ടോ അതിൻ്റെ കൂടെ അള്ളാഹു പറഞ്ഞു, വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ, വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ, നിന്റെ കുടുംബത്തെയും അതിലേക്ക് എന്ത് ചെയ്യുക? പ്രവേശിപ്പിക്കുക. അവരിൽ ആർക്കെതിരെ ശിക്ഷയുടെ വാക്ക് മുൻകൂട്ടി ഉറപ്പിച്ചു പോയോ അവരൊഴികെ. എന്താണ്? വഅഹ്ലക, നിന്റെ കുടുംബത്തെയും. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു, ഇല്ലാ മൻ സബഖ, സബഖ മുൻകടന്നു, ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു, അവരിൽ ആർക്കെതിരെ ശിക്ഷയുടെ വാക്ക് മുൻകൂട്ടി ഉറപ്പിച്ചു പോയോ അവരെ ഒഴികെ. അപ്പം ആരൊക്കെ കപ്പലിൽ കയറ്റണം? എല്ലാ ഈ 2 ഇണകളെയും കയറ്റണം. ജീവജാലങ്ങളിൽ നിന്ന് ഈ 2 ഇണകളെ ആരെയൊക്കെ നമ്മൾ പറഞ്ഞു, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? വഅഹ്ലക, നിന്റെ കുടുംബത്തെയും. ആ കുടുംബത്തിൽ നിന്ന് ആർക്കെതിരെയാണോ ശിക്ഷയുടെ വാക്ക് മുൻകൂട്ടി ഉറപ്പിച്ചത് അവരെന്ത് ചെയ്യാൻ പാടില്ല? കയറ്റാൻ പാടില്ല. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം പറയുന്നത് അഹ്ലക ഐ അദ്ഖിൽ ഫീഹാ അഹ്ലക, ആ കപ്പലിലേക്ക് നിന്റെ കുടുംബത്തെ നീ കയറ്റുക. ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ, ഈ ശിക്ഷയുടെ വാക്ക് മുൻകടന്നവർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഇബ്നിഹി വ ഇംറഅതിഹി, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ, അവർ രണ്ടുപേരിലേക്ക് കയറ്റാൻ പാടില്ല. കാരണം എന്താ? അവർ വിശ്വാസം സ്വീകരിച്ചിട്ടില്ല, അവർ മുഅ്മിനുകളായിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല? നിന്റെ കുടുംബത്തെ അതിൽ കയറ്റുക, ശിക്ഷയുടെ വാക്ക് മുൻകടന്ന നിന്റെ മകനെയും ഭാര്യയെയും ഒഴികെ എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വ അഹ്ലക, നിന്റെ കുടുംബത്തെ. അഹ്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂഹ് നബിയുടെ കുടുംബാംഗങ്ങളെയും ചില മുഫസ്സിറുകളുടെ അഭിപ്രായത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെയുമാണ്. ചില മുഫസ്സിറുകൾ പറയുന്നത് വിശ്വാസികളെയുമാണ്. ശിക്ഷയുടെ വാക്ക് മുൻകടന്നവർ ഒഴികെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താ? സത്യനിഷേധികളായ കുടുംബാംഗങ്ങൾ അവരെന്ത് ചെയ്യാൻ പാടില്ല? അല്ലെങ്കിൽ കയറ്റാൻ പാടില്ല. അവരെ ആ പ്രളയത്തിന് രക്ഷപ്പെടുത്താൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പം ഈ കപ്പലിൽ കയറ്റാതെ ഒഴിവാക്കപ്പെട്ട ആൾക്കാരാരാ? മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് പ്രകാരം ഒന്ന് നൂഹ് നബിയുടെ മകൻ കൻആൻ എന്നു പേരുള്ള കൻആൻ അല്ലെങ്കിൽ യമാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. കൻആൻ എന്ന അഭിപ്രായമാണ് അധികം മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കപ്പൽ പുറപ്പെടുമ്പോൾ നൂഹ് നബി തൻ്റെ മകനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇർകബ് മഅന വലാ തകും മഅൽ കാഫിരീൻ, പൊന്നുമോനെ നീ ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറണം. വലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിറുകളുടെ കൂട്ടത്തിലായി പോകരുത്. സൂറത്ത് ഹൂദിൽ നമുക്കത് വായിക്കാൻ പറ്റും. എന്നാൽ മകനത് നിരസിച്ചു. മകൻ പറഞ്ഞു, വെള്ളം പൊങ്ങിയാൽ ഞാൻ മലമുകളിൽ കയറിയിട്ട് എന്ത് ഞാൻ രക്ഷപ്പെട്ടോളാം. പക്ഷെ അദ്ദേഹം നശിപ്പിക്കപ്പെട്ടു. നമുക്ക് ചരിത്രം അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ നൂഹ് നബിയുടെ ഭാര്യ വാഇല എന്നാണ് അവരുടെ പേര്. ഭർത്താവ് പ്രവാചകനായിട്ടും അവിടുത്തെ പ്രബോധനത്തെ നിഷേധിക്കുകയും വിശ്വാസികളുടെ വിവരങ്ങൾ അവിശ്വാസികളായ ജനങ്ങൾക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്ത ഒരു സ്ത്രീ ആയിരുന്നു അവരെന്ന് ചില മുഫസ്സിറുകൾ അവരെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വഅദ്ഖിൽ ഫീഹാ അഹ്ലക വഹും അഹ്ലു ബൈതിഹി വഖുറബതുഹു ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിനൽ കുഫർ ഫഇന്നഹു കാന മിമ്മൻ ഹഖ്ഖത് അലൈഹി കലിമത്തുൽ അദാബ്. അതായത് നിന്റെ വീട്ടുകാരെയും ബന്ധുക്കളെയും അതിൽ പ്രവേശിപ്പിക്കുക. കുഫർ അഥവാ സത്യനിഷേധം കാരണം ആർക്കെതിരിൽ ശിക്ഷയുടെ വാക്കുറപ്പായി കഴിഞ്ഞോ അവരെന്ത് ചെയ്യാൻ പാടില്ല? കപ്പലിൽ കയറ്റാൻ പാടില്ല. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നൂഹ് നബിയുടെ മകൻ, നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബിയിൽ അവിശ്വസിച്ച ആളുകൾ അവരെന്ത് ചെയ്യാൻ പാടില്ല? കപ്പലിൽ കയറ്റാൻ പാടില്ല. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇല്ലാ മൻ സബഖ അലൈഹി വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ എന്നതിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ രക്തബന്ധമല്ല രക്ഷയുടെ മാനദണ്ഡം, മറിച്ച് ഈമാനും തൗഹീദുമാണ്. വിശ്വാസമുള്ളവരാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച് കുഫറിൽ നിലകൊള്ളുന്ന ആളുകൾ പ്രവാചകന്റെ സ്വന്തം മകനോ ഭാര്യയോ ആയാൽ പോലും അവർക്ക് അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അവർക്ക് അള്ളാഹിൻ്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അപ്പം നോക്കൂ നിങ്ങൾ, ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ, ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗൽ. അപ്പം നൂഹ് നബിയുടെ മകന് വേണ്ടി നൂഹ് നബി സംസാരിച്ചല്ലോ, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്ന വാചകം എന്താ? അള്ളാഹു പറയും, ഇന്നഹു ലൈസ മിൻ അഹ്ലിക ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ ദുഷ്പ്രവൃത്തി ചെയ്തവനാണ് എന്ന് സൂറത്ത് ഹൂദിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കുള്ളൊരു പാഠാണ്, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആദർശബന്ധം അത് ഏറ്റവും വലിയ ബന്ധമാണ്. ആദർശബന്ധം ബാപ്പാണ്, മകനാണ്, കുടുംബമാണ്, ഇതൊക്കെ ബന്ധങ്ങളാണ്. പക്ഷേ അതിനേക്കാൾ മുകളിലാണ് ആദർശബന്ധം. പരലോകത്ത് വിജയിക്കുക ഒരു പ്രവാചകൻ്റെ മകനാണ്, രക്ഷപ്പെടാൻ പറ്റൂല. നൂഹ് നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് പറഞ്ഞ വാചകം എന്താ? മോളെ ഫാത്തിമ, നരകത്തിൽ നിന്ന് നീ തന്നെ നിന്റെ തടിയെ കാത്തുരക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് പറയുന്നുണ്ട്, അല്ലേ? മകളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിലെ അവസാനത്തെ വാചകം എന്താ? വലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ, അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിച്ചു പോകരുത്, തീർച്ചയായും അവർ മുക്കി നശിപ്പിക്കപ്പെടുന്നതാണ്. അവർ നശിപ്പിക്കപ്പെടും. നൂഹ് നബി മകന് വേണ്ടി സംസാരിച്ചു, അല്ലേ? ഇബ്രാഹിം നബി ബാപ്പാക്ക് വേണ്ടി സംസാരിക്കും. നാളെ പരലോകത്ത് ഇബ്രാഹിം നബി ബാപ്പ എൻ്റെ ബാപ്പയല്ലേ എന്ന് ചോദിക്കും. ഇബ്രാഹിം നബിൻ്റെ ബാപ്പാനെ നരകത്ത് കയറിയെന്നാണ്, നരകത്ത് കയറിയും. അപ്പോൾ നോക്കൂ നിങ്ങൾ, വലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ, അക്രമം ചെയ്തവരുടെ കാര്യത്തിൽ നീ എന്നോട് സംസാരിച്ചു പോകരുത്. വളരെ ഗൗരവമായ താക്കീതാണ്. തൗഹീദും അമലുസ്വാലിഹാത്തും ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല?
പരലോകത്തോ ഇഹലോകത്തോ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റൂല. അതാണ് നബി മകളോട് ഉപദേശിച്ചത്, മോളെ നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്ത് നിന്ന് കാത്തു രക്ഷിക്കണം, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്ത് നിന്ന് രക്ഷിക്കണം. കാരണം എന്താ, മുഹമ്മദ് നബി പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ ഏറ്റവും എന്താ പറയുക, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ്. പക്ഷെ ആ നബിക്ക് തൻ്റെ മകളെ നരകത്തിന് രക്ഷപ്പെടുത്താൻ പറ്റൂല. എന്തുകൊണ്ടാണ്? ഓരോ ആളുകളും സ്വന്തം അമലുകളുടെ സ്വന്തം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, പരലോകത്ത് രക്ഷപ്പെടുക. അതുകൊണ്ട് എന്തു വേണം, നമ്മൾ ഈ ചരിത്രമൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അള്ളാഹു നൂഹ് നബിയോട് കപ്പലുണ്ടാക്കാൻ പറഞ്ഞു, അള്ളാഹു വഹീ നൽകി, മേൽനോട്ടം വഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇങ്ങനെ വന്നു, അടുപ്പിൽ നിന്ന് പോലും വെള്ളം വരുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ നൂഹ് നബിയോട് കപ്പലിൽ കയറ്റാൻ പറഞ്ഞു. എല്ലാ ഈ 2 ഇണകളെയും കയറ്റി. ആ കപ്പലിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കുടുംബത്തെ കയറ്റിക്കോ, പക്ഷേ കുടുംബത്തിൽ നിന്ന് ശിക്ഷയുടെ വാക്ക് മുൻകടന്നു പോയ ആളുകൾ അവരെ കയറ്റാൻ പാടില്ല. അതാണ് നമ്മൾ പേടിക്കേണ്ടത്. ഇപ്പം നമ്മളെ കുടുംബത്തിൽ ആദർശം അറിയാത്ത, ആദർശം മനസ്സിലാക്കാത്ത എത്രയോ ആളുകളുണ്ടാകും, എത്രയോ ആൾക്കാരുണ്ടാകും. ഞാൻ ഈ ക്ലാസ്സോട് അവസാനിപ്പിക്കുകയാണ്. എത്രയോ ആൾക്കാരുണ്ടാകും, അവരോട് നമ്മൾ പറയണം, നാളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അവിശ്വാസികളായി അഥവാ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പറ്റൂല, പ്രാർത്ഥിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിയിട്ടില്ല, അത് നൽകിയിട്ടില്ല. ഖബർ സന്ദർശിക്കാൻ അനുവാദം കൊടുത്തു, ഇസ്തിഗ്ഫാർ തേടാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഹദീസിൽ വന്ന വിഷയമാണ്. അപ്പോൾ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. ആദർശമെന്ന് പറയുന്നത് വലിയ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സുന്നത്തു സഫീനത്തു നൂഹിൻ, സുന്നത്ത് നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അതിൽ കയറി മൻ റകിബഹാ നജ, അതിൽ കയറിയവൻ രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹാ ഗരിഖ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നവൻ മുങ്ങി മരിച്ചു എന്നാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നവൻ മുങ്ങി മരിച്ചു. അപ്പം നമ്മൾ നൂഹ് നബിയുടെ കപ്പലിൽ കയറേണ്ട ആൾക്കാരാണ്. നൂഹ് നബിയുടെ കപ്പലിൽ കയറുന്ന പറഞ്ഞാൽ നമ്മുടെ ആദർശം ശരിയാകണം, നമ്മൾ സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകളാകണം, ബിദ്അത്തുകൾ നമ്മൾ മാറി നിൽക്കണം. അതാണ് വിശ്വാസികളായ ആളുകൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്ന വാചകം എന്താ? നൂഹ് നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ എന്നെ നീ സഹായിക്കണേ. ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു. ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ, അള്ളാഹു പ്രളയം ഉണ്ടാക്കാൻ. ഫഔഹൈനാ ഇലൈഹി അനിസ്നഇൽ ഫുൽഖ ബിഅയുനിനാ വവഹീനാ ഫഇദാ ജാഅ അംറുനാ വഫാറത്ത അന്നൂർ ഫസ്ലുക് ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇത്നൈനി വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു മിൻഹും വലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും കാനൂ മുഗ്റഖൂൻ. അവരെ മുക്കിക്കൊല്ലുന്ന പറഞ്ഞത്, ആ നിഷേധികളായ ആൾക്കാരെ. അപ്പോൾ ഈ ചരിത്രം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ആദർശമനുസരിച്ച് ജീവിക്കുന്ന ആളുകളാകണം. ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തെരുവുകളിൽ, അങ്ങാടികളിൽ ബിദ്അത്തിൻ്റെ അടയാളങ്ങൾ വാരിക്കെട്ടുന്ന സമയമാണ് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ആളുകൾ മത്സരിക്കുന്ന സമയമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി പഠിപ്പിക്കാത്ത, സ്വഹാബികളിൽ നിന്ന് മാതൃകയില്ലാത്ത, അതേപോലെ തന്നെ താബിയുകൾക്ക് പരിചയമില്ലാത്ത, തബൗ താബിയുകൾ കൊണ്ടാടിയിട്ടില്ലാത്ത ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സമയങ്ങളിലൊന്നുമില്ലാത്ത ആ ആഘോഷം ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ ഇങ്ങനെ കൊണ്ടാടുകയാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ആഘോഷിക്കുകയാണ്. ദീനിലുള്ളതാണെന്ന് പറഞ്ഞു. ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള രാത്രിയാണ് നബി, മഹത്വമുള്ള ദിവസമാണ് നബി ജനിച്ച ദിവസം അല്ലേ? 2 പെരുന്നാളുകളേക്കാൾ വലിയ ആഘോഷമാണ് നബി ജനിച്ച ദിവസമെന്നാണ് ഈ ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അള്ളാഹു അത്തരം തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി മനസ്സിലാക്കാൻ ആളുകൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയ വിശ്വാസികളെപ്പോലെ, ആദർശ ബന്ധുക്കളെപ്പോലെ മരണം വരെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. കലിമയിൽ ഉറച്ചു നിൽക്കാനും കലിമ ചൊല്ലിക്കൊണ്ട് തന്നെ മരിക്കാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.